ലോകം വിശാലമായ ഒന്നാണ്. അതെല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന മനുഷ്യർ ഉയരങ്ങൾ കീഴടക്കിയേക്കാം. സിനിമയുടെ യാതൊരു പശ്ചാത്തലവും അവകാശപ്പെടാനില്ലാതെ ആ ലോകത്തേക്ക് കടന്നു വരുന്ന സാധാരണക്കാരായ മനുഷ്യർ അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അവർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതിൽ സന്തുഷ്ടരായി ജീവിക്കുകയും ചെയ്തേക്കാം. ഇതെല്ലാം സ്വാഭാവികമാണ്. അത് നിങ്ങളിൽ നിന്നും യാതൊന്നും തട്ടിയെടുക്കുന്നില്ല. അതെല്ലാം അവരവരുടെ കഠിനാധ്വാനം കൊണ്ടും ജനങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹം കൊണ്ടും നേടിയെടുക്കുന്നതാണ്. തെന്നിന്ത്യൻ താരം ധനുഷിനെതിരെയുള്ള തുറന്ന കത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നയൻതാര കുറിച്ചിട്ടതാണിത്. അതിലുണ്ട് അവർ നടന്നു നിർത്ത നീണ്ടൊരു വഴി. തിരുവല്ലക്കാരി ഡയാന കുര്യനിൽ നിന്നും ബോളിവുഡിൽ പോലും ആവേശം തീർക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാറിന്റെ പവറും പ്രൗഢിയും ഉൾക്കൊണ്ട പേരഴകി നയൻതാരയുടെ തനിവഴി. ധനുഷുമായുള്ള തുറന്ന യുദ്ധത്തിൽ നയൻതാര നേരിടുന്നത് സൈബർ ആക്രമണങ്ങളും വ്യക്തിഹത്യയുമാണ്. പ്രൊഡ്യൂസർമാരിൽ നിന്നും കോടികൾ പ്രതിഫലം വാങ്ങുന്ന വിവാഹം പോലും നെറ്റ്ഫ്ലിക്സ് ഡോക്യു സീരീസായി മോഹവിലയ്ക്ക് വിറ്റ നയൻതാരയോട് ധനുഷ് 10 കോടി രൂപ ആവശ്യപ്പെട്ടതിലെ തെറ്റെന്താണ് എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഒരു സിനിമയ്ക്ക് തന്നെ കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയൻതാരയ്ക്ക് അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നതാണ് ചർച്ച. ഇതേ സമയം മറ്റൊരു ചർച്ച കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നടി പാർവതി ഉയർത്തിയ ആരോപണങ്ങളിലൊന്ന് തുല്യവേതനത്തിന്റെ വരമ്പളക്കുന്നത് എങ്ങനെയെന്നായിരുന്നു. എങ്ങനെയാണ് നിങ്ങളൊരു അഭിനേതാവിന്റെ മാർക്കറ്റ് വാല്യൂ അളക്കുന്നതെന്ന്. അന്ന് പലയിടത്തു നിന്നും വന്ന മറുപടി അയാൾക്ക് തിയേറ്ററിൽ എത്ര ആളെ കയറ്റാൻ സാധിക്കുന്നു എന്നിടത്താണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നിശ്ചയിക്കപ്പെടുന്നതെന്നാണ്. അതുകൊണ്ടാണ് മെഗാസ്റ്റാറുകൾ കോടികൾ പ്രതിഫലം വാങ്ങുകയും നായികമാർക്ക് അത്രയും തുക വാങ്ങാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നതത്രേ. അതിൽ ഉയർന്നു കേട്ട ഉദാഹരണം കൂടിയായിരുന്നു നയൻതാരയുടേത്. അതേ നരേറ്റീവിൽ പരിശോധിച്ചാൽ ഇത്രയധികം മാർക്കറ്റ് വാല്യൂ ഉള്ള നയൻതാര വാങ്ങുന്ന പ്രതിഫലത്തിനും സെറ്റിൽ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾക്കും ആർക്ക് നോ പറയാൻ സാധിക്കും? നയൻതാരയുമായോ അവരുടെ സിനിമകളുമായോ കഥാപാത്രങ്ങളുമായോ ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുമ്പോഴൊക്കെയും അവരുടെ റിലേഷൻഷിപ്പുകളുടെ കണക്കുകൾ നിരത്താറുണ്ട്. അതിനും നയൻതാര തന്റെ ഡോക്യു സീരീസിലൂടെ ഉത്തരം നൽകുന്നുണ്ട്. എല്ലാ റിലേഷൻഷിപ്പുകളും നിലനിൽക്കുന്നത് ട്രസ്റ്റ് എന്ന ഫാക്ടറിലാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് ആ ബന്ധം ഇല്ലാതാകുന്നതും. അപ്പോഴും ചോദ്യം ഉയരുന്നത് എന്റെ നേർക്കാണ്. എന്തുകൊണ്ട് മറ്റേയാളോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല? ആളുകൾക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള കഥകൾ മാത്രമാണ് പ്രചരിക്കപ്പെടുന്നതെന്നാണ് നയൻതാരയുടെ പക്ഷം. ഗജനി എന്ന ചിത്രത്തിൽ നേരിട്ട ബോഡി ഷെയ്മിങ്ങും പിന്നീട് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യവും തനിക്കെതിരെ മാധ്യമങ്ങളിൽ പോലും തെളിഞ്ഞ പ്രചരണങ്ങളും അവരുടെ വളർച്ചയ്ക്ക് മൂർച്ച കൂട്ടിയ തടസ്സങ്ങളായിരുന്നു. യാതൊരു സിനിമാ പശ്ചാത്തലവും അവകാശപ്പെടാനില്ലാത്ത ആ പുത്തൻ ലോകത്തിലേക്ക് കടന്നു വരുന്ന 19കാരിയിൽ നിന്നും കൊമേഴ്ഷ്യൽ സിനിമകളിലെ നായികാ സങ്കല്പങ്ങൾക്ക് മേൽ റെഡ് മാർക്ക് ഇട്ട താരോദയത്തിലേക്ക് അവർ എളുപ്പം കയറി ചെന്നതല്ല. കോട്ടയം CMS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് രാത്രി തിരക്കിട്ട് അസൈൻമെന്റുകൾ തീർത്തുകൊണ്ടിരിക്കുന്നതിനിടെ ഡയാനയ്ക്ക് സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വിളി വരുന്നത്. അടുത്ത ചിത്രത്തിലേക്ക് ഒരു പുതുമുഖത്തെ തേടുകയായിരുന്ന സത്യൻ അന്തിക്കാട് വനിതാ മാഗസിന്റെ കവർ ചിത്രം കണ്ടാണ് അവർ വിളിക്കുന്നത്. സിനിമകൾ കാണുന്നത് പോലും വല്ലപ്പോഴും മാത്രമായിരുന്ന ഡയാനയ്ക്ക് സംവിധായകന് നൽകാൻ മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ഉത്തരം കിട്ടാതെ ആശയക്കുഴപ്പത്തിലായി അവർ പുലർച്ചെ 3 മണിക്ക് തിരികെ വിളിച്ച് അവസരം സ്വീകരിക്കുന്നില്ലെന്ന് അറിയിക്കുന്നു. 2 കാര്യങ്ങളാണ് സത്യൻ അന്തിക്കാട് അവരോട് പറയുന്നത്. എൻ്റെ ഉറക്കം കളഞ്ഞത് നിങ്ങൾ ചെയ്ത ആദ്യ തെറ്റ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഈ അവസരം വേണ്ടെന്ന് വെക്കുന്നത്. എന്തായാലും നാളെ ഒന്ന് വന്നു നോക്കൂ. അവിടെ നിന്നാണ് മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ ഗൗരിക്ക് പുത്തനൊരു മുഖമുണ്ടാവുന്നത്. ശേഷം ഫാസിലിന്റെ മോഹൻലാൽ ചിത്രം വിസ്മയത്തുമ്പത്ത്, പിന്നാലെ ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ നാട്ടുരാജാവ്, മമ്മൂട്ടിയുടെ രാപ്പകൽ. ഇതിനിടെ പതിയെ തമിഴ് സിനിമാ ലോകത്തിലേക്കുള്ള ചുവടുമാറ്റം. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത നയൻതാര ബിയോണ്ട് ഫെയറി ടെയിലിൽ അവരുടെ ആദ്യ തമിഴ് ചിത്രം അയ്യയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ പുഷ്പ കന്ദസ്വാമി കേരളത്തിൽ നിന്നും ചെന്നൈ നഗരത്തിലെ സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന 20 വയസ്സുകാരിയെ കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഇല്ലാതെ അപകടം പിടിച്ച ഒരിടത്തേക്കാണ് അവർ എത്തിയത്. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പണം തട്ടാനും ഒക്കെ ധാരാളം ആളുകൾ ചുറ്റുമുള്ള ചതിയുടെ ഒരു വലിയ ലോകത്തേക്ക്. അവിടെ ഒരേ സമയം പ്രേക്ഷക പ്രീതി നേടുകയും പ്രൊഫഷണലായി തുടരുകയും ചെയ്തതിനെ അവർ തെല്ലു ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. അങ്ങനെ വഴിവെട്ടി വന്ന താരത്തിന് എല്ലാ പ്രിവിലേജുകൾക്കും മേൽ സിനിമയിലേക്ക് എത്തിയ മറ്റൊരു താരത്തോട് ഇപ്പറഞ്ഞതിലും അപ്പുറം എന്താണ് പറയാനുണ്ടാവുക? നയൻതാരയുടെ സ്റ്റാർഡത്തിന് മാറ്റുകൂട്ടിയ ചിത്രമായിരുന്നു ഇപ്പോൾ വിവാദത്തിനിരയായ നാനും റൗഡിദാൻ. വിഘ്നേഷ് ശിവൻ എന്ന സംവിധായകന്റെ 2ാമത്തെ ചിത്രം. ചിത്രത്തിലെ നയൻതാര സേതുപതി കോംബോയും പാട്ടുകളും നയൻതാരയുടെ താരപദവിയിലേക്കുള്ള മടങ്ങിവരവും ചിത്രത്തിന്റെ റിലീസോടെ ഏറെ ചർച്ചയായി.
രാമരാജ്യം എന്ന ചിത്രത്തിൽ സീതയായി എത്തിയ നയൻതാര റിലീസിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങളിലും സൈബർ അറ്റാക്കുകളിലും പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ശേഷം തെലുങ്കിൽ ചെറിയ ചില വേഷങ്ങൾ ചെയ്തെങ്കിലും 2013 രാജാറാണി അവർക്കൊരു നല്ല മടങ്ങിവരവാണ് സമ്മാനിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള നയൻതാരയുടെ എടുപ്പിലും നടപ്പിലും അവർ അവരെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതികളിലും തീർത്തും പുതുതായൊരു രീതി കാണാം. നായിക പ്രാധാന്യം നിർബന്ധമുള്ള കഥാപാത്രങ്ങളും അതിലെ തന്നെ ശക്തമായ സ്ത്രീ ചിത്രീകരണങ്ങളും കാണാം. പോലീസ് ഓഫീസർ ആകുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തകയാകുമ്പോഴും വീട്ടമ്മയാകുമ്പോഴും ഭഗവതിയാകുമ്പോഴും നയൻതാര എന്ന നടി അവരുടെ സ്റ്റാർഡത്തെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ കൊണ്ടു നടക്കുമ്പോഴും അവരുടെ വിവാഹവും ഉയിരും ഉലകവും വിവാദമായി. ഏറ്റവും ഒടുക്കം അന്നപൂർണി എന്ന ചിത്രവും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്ന ഹിന്ദുത്വ പ്രചാരണങ്ങളിൽ മുങ്ങിമാഞ്ഞുപോയി. സൗമ്യമായി സ്നേഹത്തോടെ അവർ അതിനും തുറന്ന കത്തിൽ മറുപടി നൽകി. അതിലൊന്നും ചിറകൊടിയുന്നതല്ല കഴിഞ്ഞ 2 ദശാബ്ദങ്ങൾ കൊണ്ട് അവർ പടുത്തുയർത്തിയ അവരുടെ സ്ഥാനം. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ നടന്ന ഗോൾഡൻ ഐക്കൺ അവാർഡിൽ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് സംവിധായകൻ മണിരത്നത്തിൽ നിന്നും ഏറ്റുവാങ്ങാനായി അവർ എത്തിയത് ഒരു മാസ് കൊമേഴ്ഷ്യൽ ഹിറ്റ് സിനിമയിലെ നായകന് ലഭിക്കുന്നതിലും വലിയ ഹൈപ്പിലാണ്. വേദിയിൽ മീനയും സുഹാസിനിയും അടക്കമുള്ള മുതിർന്ന താരങ്ങൾ നിൽക്കവെയാണ് തന്റെ പുത്തൻ ആഡംബരക്കാരിൽ ആയിരങ്ങളുടെ ആരവങ്ങൾക്കൊപ്പം അവർ ഇറങ്ങി വേദിയിലേക്ക് നടന്നെത്തിയത്. പുരുഷന് മാത്രം സാധ്യമാകുമെന്ന് പുരുഷ ലോകം പോലും വർഷങ്ങളോളം ആഘോഷിച്ചു വന്ന ഗ്ലാമർ ലോകത്തേക്കാണ് അവർ എല്ലാ നിയമവലികളെയും തച്ചുടച്ച് കയറി വരുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് മറ്റൊരു നായികയ്ക്കും അവകാശപ്പെടാനില്ലാത്ത സ്ഥാനവും സ്നേഹവുമാണ് ഒന്നുമല്ലാതിരുന്ന ഒരു ലോകത്തു നിന്നും അവർ ഉണ്ടാക്കിയെടുത്തത്. നയൻതാരയുടെ വാക്കുകൾ കടമെടുത്താൽ മറ്റൊരാൾക്ക് ജീവിതത്തിൽ ഒരു ഹോപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം കാരണമാകുമെങ്കിൽ അതിൽ പരം സന്തോഷം മറ്റെന്തിനാണ്.